അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ വ്ളോഗാവാന്ന് വെച്ചു. നമ്മുടെ ന്യൂ ഇയർ പരിപാടിയൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പം ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് 31-ാം തീയതി രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നേരെ അജ്മാനിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ കോർണിഷിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഫുഡൊക്കെ കുക്ക് ചെയ്യും, ഗ്രില്ല് ചെയ്യും, അതുപോലെ ഫയർ വർക്കും എല്ലാം കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ കുക്കിങ്ങിനായിട്ടുള്ള പരിപാടിയൊക്കെ സെറ്റാക്കാനും പിന്നെ നമ്മൾ ടേബിൾ ചെയറെല്ലാം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതെല്ലാം പറക്കി നിരത്തി അവിടെ വെച്ചു. അങ്ങനെ ഒരു പരിപാടിയായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ചേട്ടന്മാർ രണ്ടുപേരും കൂടിയാണ് ചിക്കനൊക്കെ ഒന്ന് കട്ടാക്കിയത്. നമ്മുടെ ഷൈനിക്ക എന്ന് പറയും കേട്ടോ. ഇതൊക്കെ നമ്മുടെ കോമൺ ഫ്രണ്ടാണ്. അപ്പോൾ ഇത്ത ഉണ്ടായിരുന്നു, ഇക്കയുടെ വൈഫാണേ. പിന്നെ മക്കൾ എല്ലാം ഉണ്ട്. പിന്നെ അമ്മയും മോളും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ മ്യൂസിക്കിന് വേണ്ടിയിട്ട് മറ്റേ സ്പീക്കറും മൈക്കും ഒക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ കനലൊക്കെ എടുത്ത് വെച്ചു, ചാർക്കോളിന് റെഡിയാക്കി എല്ലാം സെറ്റായി. മസാലയൊക്കെ പുരട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴായാലും എവിടെ പോയാലും സോസേജ് എന്നാണ് കേട്ടോ. അപ്പോൾ സോസേജൊക്കെ കഴിച്ചൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ബാക്കി ചിക്കൻ്റെ പരിപാടി ആവാമല്ലോ. അങ്ങനെ സോസേജൊക്കെ പറക്കി നിരത്തി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു 10 പേരുണ്ടോ, അത്രയൊക്കെ ഉണ്ടായിരുന്നു. ഷൈനിക്കയുടെ ഫാമിലി ഉണ്ടായിരുന്നു, നമ്മൾ 3 പേരുണ്ടായിരുന്നു, താഴെ അവർ 3-4 പേരുണ്ടായിരുന്നു. അപ്പം ഏകദേശം 10 പേരുണ്ടായിരുന്നു എന്ന് പറയാം. നല്ല രസമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു നമ്മളെല്ലാവരും കൂടി. അങ്ങനെ നമ്മൾ സോസേജൊക്കെ പറക്കി നിരത്തി വെക്കുന്നുണ്ട്. ഷെനിക്കാൻ്റെ ഒരു ഫ്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾ ഒറ്റയ്ക്കുള്ളത് ഫാമിലിയിലായിരുന്നു. പിന്നെ എന്താക്കി നമ്മൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മോളും പിന്നെ ഇക്കാൻ്റെ മോളും ഒക്കെ ചെറുതാണല്ലോ, അപ്പോൾ അവരെ നമ്മളങ്ങനെ താഴോട്ട് ഇറക്കിയില്ല. സോസേജ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മൂക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒരുപാട് അങ്ങനെ കൊടുക്കാറില്ല, എന്നാലും കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ അതൊക്കെ ഒന്ന് കഴിച്ചൊന്ന് സെറ്റായി. അവൾക്ക് മൂക്ക് ഇപ്പം അടുത്ത മാസം 1 വയസ്സാവത്തേ ഉള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ ഒരു 5 മാസത്തെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പാട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ ഇട്ട് സെറ്റാക്കി കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മലയാളീസായിട്ട് നമ്മളെ ഉള്ളതെന്ന് തോന്നുന്നു. നമ്മുടെ നേരെ തൊട്ടടുത്തായിട്ട് പാകിസ്ഥാനീസ് ഉണ്ടായിരുന്നു, പിന്നെ സിറിയൻസ് ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും മൈക്കൊക്കെ ഓൺ ചെയ്തു തുടങ്ങാമെന്ന് വെച്ചിട്ടോ. എൻ്റെ ഇടയ്ക്ക് അമ്മമാരുടെ ഫോണിലൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നല്ല സൗണ്ടിലിട്ട് കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സൗണ്ട് അങ്ങ് ഓഫാക്കി. കാര്യം നമ്മളെന്തായാലും പോകാൻ ലേറ്റാവും. അപ്പോൾ ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ചാർജ് തീർന്ന് പണിയാവുമല്ലോ. അപ്പോൾ പാട്ടൊക്കെ ഇട്ട സമയത്ത് മോളൊക്കെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ആദ്യമേ അവൾ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഫുഡൊക്കെ കൊടുത്തൊന്ന് സെറ്റായപ്പോഴത്തേക്ക് അവളൊക്കെ. പിന്നെ അവൾ ഡാൻസും കളിയും ഒക്കെ ആയിട്ട് താഴോട്ട് ഇറക്കിയില്ല, എൻ്റെ കയ്യിലിരുന്നുള്ള മേളായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മുടെ അരുൺ സാനുണ്ട് മൈക്കൊക്കെ എടുത്ത് വെച്ച് പാടുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ണേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഷെയ്നിക്ക പാടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ വലിയ പാട്ടുകാരൊന്നുമല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല രസമല്ലേ. അങ്ങനെ പാട്ടും മേളവും ഡാൻസും കളിയും മേളവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് 2 പിള്ളേർ നമ്മുടെ അരുൺ സനുണൻ്റെ മോനും ഷെയ്നിക്കാൻ്റെ മോനും കൂടി എവിടേക്ക് കൂടി നടന്ന് മണ്ണ് വാരി എറിഞ്ഞ് കളി ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മമാരും എല്ലാവരും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സന്തോഷമല്ലേ. അങ്ങനത്തെ ഓരോ പാട്ട് പരിപാടിയൊക്കെ ആയിട്ട് നിന്നു. പിന്നെ ഇത്തവണ നമ്മൾ ഇതിനൊക്കെ 3 ഫാമിലീസ് വന്നത്. സാധാരണ നമ്മൾ 2 ഫാമിലി കാണാറുള്ളൂ. ഇത്തവണ കേട്ടോ ഷൈനിക്കൊക്കെ വന്നത്. അപ്പം നല്ല രസമാണ്. ഇപ്പം നമ്മളെല്ലായിടവും പോകുന്നത് എല്ലാവരുമായിട്ട് ഒരുമിച്ചാണല്ലോ. അങ്ങനെ പാട്ടൊക്കെ പാടി, പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലൊക്കെ ഉണ്ട് കേട്ടോ. അരുൺ സാനുവിനും കണ്ണേട്ടനെ കളിയാക്കും, കണ്ണേട്ടൻ തിരിച്ച് കളിയാക്കും, ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഷൈനിക്കാനെ കളിയാക്കും. അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ മ്യൂസിക് ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഇടാഞ്ഞത്. നമുക്കെന്തിനാ ചുമ്മാ പണി വാങ്ങുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനും മോളും കൂടി ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നടക്കുന്നുണ്ടായിരുന്നു. വലിയ തണുപ്പില്ലായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ മോൾക്ക് പിന്നെ വെള്ളമൊക്കെ നമ്മളെല്ലാം ഫുഡ് ഐറ്റംസ് എല്ലാം അവർക്ക് വേണ്ടതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മൾ ലേഡീസായിരുന്നല്ലോ, നമ്മൾ ലേഡീസാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത്. ഉള്ളിയൊക്കെ അരിഞ്ഞു, പിന്നെ തക്കാളി, ക്യാപ്സിക്കം എല്ലാം സെറ്റാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത്. നമ്മളെന്തെങ്കിലും പണി ചെയ്യുന്നതല്ലേ, ഇല്ലെങ്കിൽ അവർ മാത്രം പണി ചെയ്യുക എന്നുള്ള രീതിയിൽ ആവും എന്ന് നമുക്കറിയാം. ആക്ച്വലി അവർ തന്നെയാണ് കേട്ടോ പണിയെല്ലാം ചെയ്തത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഹെൽപ്പൊക്കെ ഉള്ളൂ. ഈ ഗ്രില്ലിങ്ങിന് വരുമ്പോഴെല്ലാം പണിയും ചെയ്യുന്നത് ചേട്ടന്മാർ തന്നെയാണ്. നമ്മളിങ്ങനെ കൂടെയൊക്കെ നിന്ന് ഹെൽപ്പും അങ്ങനെയൊക്കെയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതൊക്കെ അരിഞ്ഞു സെറ്റാക്കി കൊടുത്തു.
അങ്ങനെ പിന്നെ കുറേ നേരം ഇത് നിന്നു. പിന്നെ സോസേജ് ഒന്ന് ആയി കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെയായിരുന്നു കേട്ടോ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കിയത്. ചിക്കനെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഈ വെജിറ്റബിൾസൊക്കെ ആക്കാമെന്ന് വെച്ചു. അങ്ങനെ മോള് നല്ല ചിരിയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ ബാസിലത്തയുടെ മോള് അവൾ ഉറങ്ങിയായിരുന്നു. ഇല്ല, അവളിങ്ങനെ കയ്യിലിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ നമ്മൾ ഒരു 11:50 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. നല്ല കേക്കായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം നമ്മളിത് കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ കേക്ക് കട്ട് ചെയ്ത സമയത്ത് അവിടെ ഫയർ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ലോങ് വീഡിയോയിൽ എനിക്കില്ല അതാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റിന് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇത് പിള്ളേർ രണ്ടും കേക്ക് വലിച്ച് വാരി അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച്. നമ്മൾ നൈഫ് മേടിക്കാൻ മറന്നുപോയി. പിന്നെ നമ്മുടെ കയ്യിലുള്ള കത്തിയൊക്കെ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ഓരോ ഫാമിലി വൈസായിട്ട് നിന്ന് കേക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇതാണ്ട് അരുൺ സാനാണ് എൻ്റെ ഫാമിലി, അവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ ആരുണ്ടായിരുന്നു, പിന്നെ ഷൈനിക്കാൻ്റെ ഒക്കെ ഫാമിലി അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ ചേട്ടന്മാർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണല്ലോ, അപ്പോൾ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇത് നമ്മൾ കേക്ക് കട്ടിയതാണ്. അപ്പോൾ അമ്മ സൈഡിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ ആദ്യമേ കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് പിന്നെ അമ്മയും കൂടി ചേർത്ത് നിർത്തി നമ്മൾ കേക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. കേക്ക് കൊടുത്തിട്ടുണ്ട്. കേക്കൊക്കെ കഴിച്ചു. ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 12:30 ആയിട്ടോ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ കേക്ക് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ വയർ കുറച്ച് ഫില്ലായി. പിന്നെ നമ്മളെന്താക്കി, പക്ഷേ ഈ കുഞ്ഞ് കേക്കായിരുന്നെങ്കിലും കേക്ക് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. നമ്മൾ പിന്നെ 10 പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ കഴിയുമല്ലോ. പിന്നെ പിള്ളേരൊക്കെ അവരൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. മോള് കഴിച്ചില്ല കേട്ടോ. അവൾക്ക് എന്തോ കേക്കിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അവൾ എന്തായാലും കഴിച്ചിട്ടില്ല. അങ്ങനെ അമ്മ കേക്കൊക്കെ കട്ട് ചെയ്ത് എനിക്കും ചേട്ടനും മോക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മോള് കഴിച്ചൊന്നുമില്ല കേട്ടോ. അവളെന്തോ കേക്ക് അങ്ങനെ മധുരം ഉള്ളതിനോടൊന്നും അവൾക്ക് വലിയ താല്പര്യമില്ല. അവൾക്ക് നമ്മുടെ എരിവ് പുളിവ് അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. എനിക്കാണെങ്കിൽ ഈ എരിവും പുളിവും ഒന്നും അങ്ങനെ പാടില്ല. ചേട്ടനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതായിരിക്കും അവർക്ക് കിട്ടിയത്. എനിവേ, പിന്നെ ഞങ്ങൾ ദാണ്ട് ആ ഒരു ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ചുറ്റും എല്ലാവരും കൂടിയൊക്കെ ഇരുന്നു കാര്യമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. കളിയാക്കിയും ചിരിച്ചും നല്ല രസമായിട്ട് അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ സ്പീക്കറൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദാണ്ട് എല്ലാവരും ഒക്കെ ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പം അടിപൊളി ചിക്കനായിരുന്നു കേട്ടോ. അരുൺസാനും അമ്മയൊക്കെയാണെന്ന് തോന്നുന്നു ആ മസാലയൊക്കെ ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സെൽഫിയും കാര്യമൊക്കെ എടുക്കാൻ നമ്മൾ ആക്ച്വലി ഫസ്റ്റിൽ മറന്നു പോയതാണ് കേട്ടോ. പിന്നെ നമ്മളെന്ത് ചെയ്തു, ലാസ്റ്റ് ആ ഒരു വെട്ടത്തിൽ പോയി നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ നെലൂസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ എഴുന്നേറ്റ് കേട്ടോ. പിന്നെ പതുക്കെ നമ്മൾ അവിടെ നിന്ന് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പാക്കൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു. അപ്പം മക്കളെയും കൊണ്ടൊക്കെ അവിടെ സ്റ്റേ പാടാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഫുൾ ആളുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ നമുക്ക് ആ എൻട്രൻസിലോട്ട് കയറാൻ പറ്റുന്നില്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ പതുക്കെ നമ്മൾ ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.